മുഖ്യമന്ത്രി വി.ഡി. സതീഷിനെയും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവെന്ന് വിളിക്കാതിരുന്നതാണ്. രണ്ടുപേർക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത അതുപോലെയാണ് ഇപ്പോൾ ഭരണം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ സി.ഐ.ഡി. ദാസന്റെയും സി.ഐ.ഡി. വിജയന്റെയും സിനിമയുണ്ടല്ലോ, അതിൽ തിലകനെയും കൊണ്ട് ശ്രീനിവാസൻ കയർ ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ ശ്രീനിവാസൻ ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്, നമ്മുടെ രണ്ടുപേരുടെയും ശബ്ദം ഒരേപോലെ തന്നെ ഇരിക്കുന്നല്ലോ. അതേ രീതി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ നാവായിട്ട് മറ്റൊരു മുഖംമൂടിയിട്ട് സതീശൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നല്ലേ ഈ ഒരു ഭരണം കാണുമ്പോൾ തോന്നുന്നത്. ജനങ്ങൾ ശരിക്കും വിചാരിക്കുന്നത് പിണറായി തന്നെ അധികാരത്തിലേറ്റിയ പോലെയാണ്. 3.0 പിണറായി സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. കാരണം പിണറായിയും സഭയിൽ വളരെ രോഷാകുലനായിട്ടും അല്ലാണ്ടും പരിഹസിച്ചും പുച്ഛിച്ചും അദ്ദേഹം എങ്ങനെ മുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ തന്നെയാണ് അദ്ദേഹം പെരുമാറുന്നത്. എന്നാൽ നമ്മൾ വിചാരിച്ചു നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ സതീശൻ ഡിഫറൻ്റ് ആയിരിക്കും, ജനപക്ഷത്തായിരിക്കും. അല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ തികച്ചും രോഷാകുലരായി മുന്നോട്ട് വന്ന് പ്രതികരിച്ചുകൊണ്ടിരിക്കുക. എന്തിനും മുതിർന്ന നേതാക്കൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള താരതമ്യേന പ്രായം കുറഞ്ഞ മന്ത്രിമാർ വരെ ഇത് നടക്കൂല, ഞങ്ങളുടെ മിനിസ്ട്രിയിൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിര നമ്മൾ സഭാ ടി വി കാണുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വ്യത്യാസവും തോന്നുന്നില്ല. സതീശൻ എന്തൊക്കെ ചെയ്തിരുന്നു അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി ചെയ്യുന്നത്. പിണറായി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂഷനിലാണ്. ഈവൻ ബോഡി ലാംഗ്വേജ് പോലും സതീശൻ്റെ നമുക്ക് തോന്നുന്നത്. അവർ നടപ്പാക്കി വച്ചിരിക്കുന്ന ജനദ്രോഹപരമായ എല്ലാ കാര്യങ്ങളും സതീശൻ സർക്കാർ അതുപോലെ തന്നെ അനുവർത്തിച്ചു കൊണ്ടുപോകുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് മദ്യനയം, കരിമണൽ കാര്യങ്ങൾ, അതുപോലെ ഇവരുടെ എന്തൊക്കെ തരത്തിൽ പിണറായിയെ സഹായിക്കാമോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോലും അതും സഹായിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ED ആക്രമിച്ച കേസിലെ പ്രതികളെയൊക്കെ വിട്ടുകളയാണ്. ഏത് ഗവൺമെൻറ് ആദ്യം വന്നാലും ചെയ്യുന്നത് പഴയ ഗവൺമെൻറ്റിൻ്റെ വളരെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാറ്റി ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ നല്ല ജനസേവനം നടക്കുന്ന ആൾക്കാരെ കീ പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയും. അവർ വേണം ഇവരുടെ കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ തത്വങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ചിന്താഗതി അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. മന്ത്രിമാർക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഉദ്യോഗസ്ഥരാണ്. പക്ഷേ ഇതുവരെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ മാറ്റിയിട്ടില്ല. CPM വച്ചിരിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ മാറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയല്ലേ 9ാം പ്രതി പുറത്ത് ജാമ്യത്തിൽ ഇറങ്ങിയത് ED ആക്രമണ കേസിലെ, അല്ലേ? അപ്പോൾ ഇതൊക്കെ ആദ്യം ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും സതീശൻ ശ്രദ്ധ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഇപ്പോൾ പലരെയും കേസുകൾ പറയുന്നുണ്ട്, നമ്മുടെ ജീവൻ രക്ഷാപ്രവർത്തനത്തിൻ്റെ കേസുകളും അതും ഇതൊക്കെ. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ സർക്കാരിനോടൊപ്പം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഉണ്ടാവും. ഞങ്ങൾ ചെയ്തു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വരിയിരിക്കുന്ന ജഡ്ജിക്ക് മജിസ്ട്രേറ്റിന് ഒക്കെ മുമ്പിലെത്തുന്ന അവരുടെ കൊണ്ടുവരുന്ന പോയിൻറ്റ്സ് അനുസരിച്ച് മാത്രമേ വിധി പ്രഖ്യാപിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഓരോ ലീഗൽ പോയിൻറ്റ്സും കറക്റ്റല്ല. പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആർ സ്റ്റിൽ വിത്ത് പിണറായി സർക്കാർ, അല്ലേ? അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മജിസ്ട്രേറ്റിന് മജിസ്ട്രേറ്റ് ഓർ ദ ജഡ്ജ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതിക്ക് അനുകൂലമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആതിര പറഞ്ഞ കാര്യം പറയാൻ രണ്ടുപേർക്കും ഒരേ സ്വരം. പിണറായിക്കും അറിയാം അവസാനത്തെ മുഖ്യമന്ത്രി പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, ഇതിനൊരു ബാല്യമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. സതീശിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ഫൈറ്റ് ചെയ്താണ് അദ്ദേഹം CMന്റെ സീറ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് ആലോചിക്കാത്തത്, വകുപ്പിന്റെ മന്ത്രിമാരോട് പോലും ചിന്തിക്കാതെ. ശരിക്കും സതീശിനെ ആക്കണമെന്നും പറഞ്ഞ് കട്ടയ്ക്ക് നിന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ഒരു സംഘടനയാണ്, അവർ വളരെ എഗെയിൻസ്റ്റ് മദ്യപാനം, അല്ലേ? വളരെ അവരുടെ ആ കാര്യത്തിലൊക്കെ അവർ വളരെ ഡിലിജൻ്റ് ആയിട്ടാണ്. അവർക്കൊരു വാക്യമുള്ളൂ, മദ്യപാനത്തിന് അവരുടെ കമ്മ്യൂണിറ്റി മുഴുവൻ എതിരാണ്, ഡ്രഗ്സിന് അവർ മുഴുവൻ എതിരാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരോട് പോലും ആലോചിക്കാണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തോട് പോലും ആലോചിക്കാണ്ട് ഇവരെങ്ങനെ ഒരു തീരുമാനമെടുത്തു? അവർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഈ മാതിരിയാണ് സതീശൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ സതീശൻ്റെ ശനിദശ ആരംഭിച്ചു കഴിഞ്ഞു. ഒരൊറ്റ ഇതിലാണ് അദ്ദേഹം നിൽക്കുന്നത്. IUMLന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടിലാണ്. അവർക്ക് സപ്പോർട്ടില്ല, ഞങ്ങൾ ആ സപ്പോർട്ട് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു കഴിയുകയാണെങ്കിൽ അവർ ഓൾറെഡി ചിലപ്പോൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും,
സതീശന് ഭാവിയുണ്ടോ? അല്ലെങ്കിൽ തന്നെ പലരും വിചാരിക്കുന്നത് 2 കൊല്ലം 2.5 കൊല്ലം സതീശനും 2.5 കൊല്ലം രമേശ് ചെന്നിത്തലയ്ക്കും എന്നുള്ളൊരു തത്വത്തിലെത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ KC വേണുഗോപാലിൻ്റെ MP സ്ഥാനം പോകും. 29 പുതിയ പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ കണ്ടസ്റ്റ് ചെയ്യാണ്ടിരുന്നാൽ ഹി ബിക്കംസ് ഫ്രീ. അപ്പോൾ എവിടെയെങ്കിലും നിന്നിട്ട് അദ്ദേഹത്തിന് ജയിച്ചു വരാം. പിന്നെയും 2 കൊല്ലം ബാക്കിയുണ്ട് ഈ അസംബ്ലിയിൽ കേരള സർക്കാരിന്. അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം കൊടുക്കാം എന്നൊക്കെയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കാം സതീശൻ ഇപ്പോൾ തന്നെ നിൽക്കുന്നത്. മാക്സിമം തൻ്റെ ഭാവി മുഖ്യമന്ത്രിയായിട്ട് ഇത്രയേ ഉള്ളൂ എന്നറിഞ്ഞിട്ട് ആ ഒരു ടെൻഷനിൽ ഇനി എനിക്ക് അധിക നാളില്ലല്ലോ ചിക്ലി ഉണ്ടാക്കാൻ, അതുകൊണ്ട് എൻ്റെ മുൻഗാമി തെളിച്ച പാതയിൽ കൂടെ തന്നെ ഞാനും പോകാം. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്കും എല്ലാവർക്കും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു കൊടുത്തു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ മുറ പോലെ നൽകുന്നുണ്ട്. ആ ഒരു പാതയിലാണ് സതീശനും കരിമണൽ വിട്ട് കാശാക്കുക. രേവന്ത് റെഡ്ഡി അതും ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. മദ്യനയം ശിവകുമാർ കർണാടകയുടെ കോൺഗ്രസ് മുഖ്യമന്ത്രി. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടോ ആ മുഖ്യമന്ത്രിക്കും അവിടെയുള്ള പ്രവർത്തകർക്കും താല്പര്യമുള്ള വിഷയങ്ങളിൽ സ്വന്തം സഹപ്രവർത്തകരെ കൂട്ടി നിർത്തിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത്. ആതിരയ്ക്കറിയാമോ, 2002 നമ്മളുടെ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന സമയത്ത് ഒരു വലിയ പ്രക്ഷോഭം നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ട പടങ്ങളിൽ എനിക്ക് തോന്നുന്നത് VM സുധീരൻ ചെറുപ്പമാണ്, അതുപോലെ തന്നെ KC വേണുഗോപാലുണ്ട്. എല്ലാവരും ആ ചിത്രത്തിൽ നിരന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് സതീശൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് വ്യത്യസ്തമായിട്ടുണ്ടായിരിക്കുന്നത്? ആ സമയത്ത് LDF ഒരു വലിയ പ്രക്ഷോഭണം നടത്തി ഈ കരിമണൽ ഖനനത്തിനൊക്കെ. LDFനോടൊപ്പം ചേർന്ന് നിന്ന ആളുകളുടെ പടത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. അതിൽ VM സുധീരനും KC വേണുഗോപാലും എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല, ഇത്രയും വർഷം പഴയതല്ലേ, 10-24 വർഷം പടമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പേരുകൾ അതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ LDFും UDFും ചേർന്ന് നിന്ന് സമരം ചെയ്ത കാര്യത്തിനാണ് ഇന്ന് ഈ അവസരത്തിൽ സതീശൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ LDFിൻ്റെ നയങ്ങളെ പിന്തുടർച്ചുകൊണ്ട്, അല്ലെങ്കിൽ LDFിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളെയും കൈവിട്ട് സഹായിച്ച് ധനസഹായം നൽകിയ കമ്പനികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചാനലിൽ കൂടെ സതീശൻ പോകുന്നതെന്ന് നമ്മൾ കരുതണ്ടേ? തീർച്ചയായും പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്നാമതായി കഴിഞ്ഞ ദിവസം ഈ കുട്ടനാടിന് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് അവധി കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രി പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ മൈക്ക് ഓഫ് ആവുന്നതിന് മുമ്പ് കൊടുക്കില്ല. അപ്പൊ പിന്നെ ആദ്യം പറഞ്ഞ വാക്കിന് എന്താണ് ഒരു പ്രസക്തി ഉള്ളത്? ഇന്നലെ നമ്മൾ അറിയുന്നത് കുട്ടനാട്ടിലെ വഞ്ചി മഹോത്സവത്തിന്റെ ആളുകൾ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായ VD സതീശന്റെ കോലം കത്തിക്കുന്ന ചിത്രം പോലെ. അതെ, എത്രയോ വർഷങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ്. ലോക്കൽ ഹോളിഡേ ആണ്, കേരളത്തിന്റെ ഹോളിഡേ അല്ല. അതാ ജനങ്ങള് കേരളത്തിന്റെ ഒരു ടൂറിസം മാപ്പിൽ തന്നെ വലിയ ഒരു ദിവസമാണത്. അതിന് പോലും ഒരു അവധി കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്താണ് ഈ കാണിക്കുന്നത്? എന്തെങ്കിലും ആദ്യമേ പറയണമായിരുന്നു, അല്ലാതെ അത് പരിഗണനയിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. ഈ നമ്മുടെ ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അതിനകത്തിൽ അച്ഛൻ ഹോം മിനിസ്റ്ററാണ്. അച്ഛനെ കാണാൻ വരുന്ന സമയത്ത് പരാതി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ജഗതി ആ പരാതി ചുരുട്ടി എല്ലാം നടത്തി തരാമെന്ന് പറഞ്ഞിട്ട് ചുരുട്ടി ബാസ്ക്കറ്റിൽ ഇടുന്ന പോലെ. അല്ലല്ല, ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ഒരു പരാതിക്കാരൻ വന്ന് അദ്ദേഹത്തിന് ഒരു പരാതി കൊടുക്കുന്നു, അദ്ദേഹം അതിങ്ങനെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ കീറി കളയുന്ന വൈറലായൊരു വീഡിയോ അതിനെ കണ്ടിട്ടുണ്ടോ? എനിക്കതിപ്പോഴും ഓർമ്മ വന്നു, പെട്ടെന്ന് പറഞ്ഞപ്പോൾ ജഗതിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അത് വളരെ മേടിച്ച് വായിച്ചിട്ട് പോലുമില്ല. ശരി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സന്തോഷവാനായി തിരിച്ചയച്ചു പരാതിക്കാരനെ. എൻ്റെ കീറി കളയുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു മനസ്സുമായിട്ട് നിൽക്കുമ്പോൾ എന്താണ് പിണറായിയിൽ നിന്ന് ഇദ്ദേഹത്തിന് വ്യത്യാസമെന്നാണ് ജനങ്ങൾ ആലോചിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചൊരു കാര്യമായിരുന്നു ശബരിമല കൊള്ള. എന്നിട്ട് അതിന്റെ തന്നെ പ്രതികളുടെ വക്കീലിന് സ്ഥാനം കൊടുക്കുന്നു. അതെ, പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് സ്ഥാനം കൊടുക്കുന്നു. അപ്പോൾ പിന്നെ അതൊന്നും നോക്കേണ്ട, വക്കീലാകുമ്പോൾ പലർക്ക് വേണ്ടിയിട്ടും ഹാജരാകും, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നൊരു മുടന്തൻ ന്യായവും കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ലല്ലോ, ജനങ്ങൾക്ക് ഇത്രയധികം മനോവശം ഉണ്ടാക്കിയ ഒരു കേസിലെ പ്രതികളായ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഹാജരായ വക്കീലിനെ ഇപ്പോൾ വന്ന സർക്കാർ, ആ ശബരിമല പ്രശ്നം നടക്കുമ്പോൾ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞതാണ് UDF, എന്നിട്ട് ആ വക്കീൽ
വക്കീലല്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ലേ? ആ പേഴ്സൺ ലാസ്റ്റ് വക്കീലാണ് എങ്കിൽ പോലും എന്നാൽ വേണ്ട, ആ വേക്കൻസി അവിടെ കിടക്കട്ടെ എന്നേ ഒരു ആത്മാർത്ഥതയുള്ള ഒരു ഗവൺമെൻറ് വിശ്വസിക്കുകയുള്ളൂ, അല്ല കരുതുകയുള്ളൂ, ചെയ്യുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്ക് അതൊന്നും പ്രശ്നമില്ല. പിണറായി കൊടുക്കുന്ന ലിസ്റ്റ് നോക്കി ടിക്കടിച്ച് വിടാനാണ് ഈ VD സതീശൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിമാർ, അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫും ഇരിക്കുന്നത് എന്ന് പോലും നമുക്കിപ്പോൾ സംശയം തോന്നുന്നു. AKG സെൻറ്ററിൽ നിന്ന് ലിസ്റ്റ് വരുന്നു, ഇന്ദിരാഭവനിൽ അത് സാങ്ഷനായി വിടുന്നു. കൂടെ 2 പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കുറിപ്പ് വരുന്നു, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ടിക്കടിച്ച് വീഴുന്നു. മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുന്ന മന്ത്രിമാർ പോലും ഒന്നും കാണുന്നില്ല. ലിജു മന്ത്രിയൊക്കെ പരസ്യമായി വന്നു, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യം ഞാൻ അറിയാണ്ട് നടക്കൂല, അത് എൻ്റെ അവകാശമാണ്, ഞാൻ അറിയണം. അദ്ദേഹം പറയട്ടെ, പക്ഷെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ ഞാൻ അറിയണം. അപ്പം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചു ചേർന്ന്, നേരത്തെ പറഞ്ഞ പോലെ ദാസനും വിജയനും ഒക്കെ ആയി ഒരാൾക്ക് പുറകെ മറ്റേയാളാണെങ്കിലും ഇതൊന്നും അധികം നാൾ മുന്നോട്ട് പോവില്ല. ഈ വിമത ശബ്ദം കോൺഗ്രസ്സിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പിണറായിക്കൊരു ഗുണമുണ്ടായിരുന്നു കേട്ടോ, പിണറായി മിണ്ടിയ എതിർവായില്ല, എല്ലാവരും ഇങ്ങനെ ഏറാൻ മൂളികളായിട്ട് നിൽക്കും, ഓച്ചാനിച്ച് നിൽക്കും. പക്ഷെ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല, ഗ്രൂപ്പിൻ്റെ മേലെ ഗ്രൂപ്പ്, അതിൻ്റെ അപ്പുറത്തെ ഗ്രൂപ്പ്, ഇപ്പുറത്തെ ഗ്രൂപ്പ്, മുതിർന്ന ധാരാളം നേതാക്കന്മാർ ഇപ്പോഴും സജീവമായി നിൽക്കുന്നു. അവരെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ കുറച്ച് എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു ആൾ, തലമുറകൾ മാറിയിട്ടുള്ള ഒരു നേതാവാണ്. പിണറായിക്ക് ആ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ആക്റ്റീവായ CPM നേതാക്കളിൽ മുതിർന്നൊരു നേതാവ് തന്നെയായിരുന്നു പിണറായി. പിന്നെ അദ്ദേഹത്തിന് പിടിച്ചു നിർത്താനുള്ളൊരു കഴിവുണ്ടായിരുന്നു. സതീശന് അതില്ല. ചിരിച്ചു മയക്കാനുള്ളൊരു കഴിവേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രിക്ക് ചിരിച്ചു മയക്കാനുള്ള കഴിവ് മാത്രം പോരാ. ഞങ്ങൾ കേരളക്കാർ പ്രതീക്ഷിക്കുന്നത് ഒരു പിന്തുടർച്ചാ ഭരണമല്ല. വിജയൻ്റെ നിഴലിൽ നിന്ന് പുറത്തേക്ക് വരൂ ദാസവൃത്തി വേണ്ട. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.